ശിവാജി ഗുരുവായൂരാണ് അച്ഛനായിട്ട്. അതെ അതെ. പിന്നെ വിനോദേട്ടനുണ്ട്. അവരുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനിത് ഇപ്പോഴും ശിവജി സാർ എന്നോടൊന്നും തോന്നില്ല. എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറയും എനിക്ക് പേടിയാണെന്ന്. അപ്പോൾ എൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചത്. അപ്പം എനിക്ക് അപ്പം നമ്മുടെ കൂടെ വന്നിരിക്കുമ്പോഴൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തത്. പക്ഷെ നമുക്ക് ഡയലോഗ് കിട്ടിക്കഴിയുമ്പോൾ സാറിൻ്റെ ഒരു ലൗഡ് വോയിസ് ഉണ്ട്. പിന്നെ സ്പെഷ്യലി ഞാൻ പേടിച്ചത്, അത് സാറിന് പോലും അറിയുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ നോക്കാതൊക്കെ ഇരുന്നു. കാരണം എൻ്റെ വഴക്ക് പറയുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ ശരിക്കും ഞാൻ പേടിച്ചത് തന്നെയാണ്. എന്നെയാണോ വഴക്ക് പറയുന്നത്, ഞാൻ ചെയ്യാത്തതിനാണോ വഴക്ക് പറയുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. സ്റ്റക്കായി പോയി ഇത്രയും സൗണ്ട് എടുത്ത് വഴക്ക് പറഞ്ഞപ്പോൾ. അപ്പോൾ സാറിൻ്റെ കൂടെയൊക്കെ എനിക്കൊന്ന് മകളായിട്ട് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വിനോദേട്ടന് നല്ല അടിപൊളിയാണ്. അങ്ങനെ എല്ലാം കൂളാണ്. എല്ലാവരും സെറ്റിലുള്ള എല്ലാവരും ഒരു ഇപ്പൊ എന്താ പറയാ, എല്ലാരും പറയണ പോലെ എല്ലാവരും അതിലിപ്പോ ഇന്ന ആള് സീനിയർ ആണ്, ഇന്ന ആള് ജൂനിയർ ആണ്, അല്ലെങ്കിൽ ഇന്ന ആള് ചായ എടുക്കും, അങ്ങനെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഭയങ്കര ഞങ്ങൾ എല്ലാരും ഒന്നിച്ചാണ് നിൽക്കുന്നതും. അപ്പം ത്രൂഔട്ട് സെറ്റിലാണെങ്കിലും ഒന്നിച്ചാണ് എല്ലാവരും ഉറങ്ങി പോകുന്നത്. ഒരു ചായ കുടിക്കാനാണെങ്കിലും അതിനെ വേർതിരിവൊന്നുമില്ല, എല്ലാവരും ഒന്നിച്ചാണ്. അപ്പം അത് കാരണം എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ്. സീനിയർ ആണെങ്കിലും പേടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, പക്ഷെ എന്നാലും ഒരു കുറുമ്പത്തരായിട്ടൊക്കെ ഇങ്ങനെ നടന്നു സെറ്റിലൂടെ. ഒരു സിനിമയുടെ കഥ കേട്ടുകഴിയുമ്പോൾ എങ്ങനെയാണ് അവർ ക്യാരക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? എനിക്ക് ഫൈസൽ സാർ എന്നോട് പറഞ്ഞായിരുന്നു, മിന്നു എന്ന് പറയുന്ന ക്യാരക്ടർ ഇങ്ങനെയാണ്, അപ്പം ഒന്ന് ഇരുന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് 2.5 മണിക്കൂറോളം ഫോൺ വിളിച്ച് ഈ മിന്നുവിന്റെ ക്യാരക്ടർ എനിക്കിങ്ങനെ ഞങ്ങളൊന്ന് ജസ്റ്റ് കണ്ടതിന് ശേഷം കഥ കേൾക്കണതും ഇരിക്കുന്നു. കാരണം സാറ് പാലക്കാട് കോഴിക്കോടാണ്, ഞാൻ കോട്ടയത്താണ്. അപ്പൊ ഞങ്ങൾ വരുന്ന ഡേറ്റ് ആ കറക്റ്റ് സമയത്താണ് ഞാൻ ഗുമസ്തനിൽ വർക്ക് ചെയ്യുന്നത്. എന്റെ പൂജ കഴിഞ്ഞ് ഗുമസ്തനിലെ പൂജ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇതിന്റെ കോളും വരുന്നത്. അപ്പൊ എനിക്ക് കഥ കേൾക്കാനും ഈ ഇതിന്റെ അകത്തായിരുന്നു ഞാൻ ഷൂട്ടിന്. അപ്പോഴും ഈ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന്റെ കഥ കേട്ടത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താണെങ്കിലും നമ്മളൊരു ലീഡ് ക്യാരക്ടറിനെ വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായത്. ഇപ്പം എനിക്കറിയില്ല ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാവുന്ന അറിയില്ല. ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും നമ്മളെ പടത്തില് ഉണ്ടല്ലോ. അല്ല എന്നാലും നമുക്ക് തിയേറ്ററിൽ നമ്മുടെ ഇത് കാണാമല്ലോ. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലും അതെ ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെയും കാണുന്ന പോലെയുള്ള ഒരു ഇതിലല്ലല്ലോ. നമ്മള് തിയേറ്ററിൽ നമ്മളെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രൗഡ് ഫീൽ ആണ്. നമ്മുടെ പാഷൻ വർക്ക്ഔട്ട് ആയതുള്ളൂ, അത്രേ ഉള്ളൂ. ഒരു സന്തോഷം. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ഡാൻസർ ഇൻസ്റ്റയിലൊക്കെ റീൽസ് ചെയ്യുന്നതാണല്ലോ. ഇപ്പോൾ വളർന്നു വരുന്ന ആസ്പയറിംഗ് ആയിട്ടുള്ള ആളുകളോട് എന്താണ് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ടിപ്സ് കൊടുക്കാനുള്ളത്? ഓക്കെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം എൻ്റെ പ്രൊഫഷൻ അല്ല ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റാണ്. അപ്പോൾ സ്പീച്ച് തെറാപ്പിയാണത്. അപ്പം ഞാൻ ഈ പാഷനെ ഫോളോ ചെയ്തപ്പോൾ ഒത്തിരി സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഫിനാൻഷ്യൽ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത്ര തന്നെ സഫർ ചെയ്യുമ്പോഴും വീണ്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒരു ഡ്രീം മൊമെൻറ്റ് എത്തിച്ചേരുക എന്ന് പറയുന്ന ആ ഒരു ടൈമില്ലേ, അതായത് എൻ്റെ ഇപ്പോൾ റൈറ്റ് ടൈം ആ ഒരു തിയേറ്ററിൽ കാണാമെന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിപ്പോൾ നമ്മുടെ ഫേസ് തന്നെ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് കരഞ്ഞു പോകും. അതേപോലെ എനിക്ക് ഭയങ്കര സങ്കടമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാം കൂടെ ഒരു കൂട്ടിക്കഴിച്ചൊരു ഇമോഷനാണ്. അപ്പം നിങ്ങളോടും പറയാനുള്ളത്, എന്ത് പാഷനാണെങ്കിലും വൺസ് അത് ട്രൈ ചെയ്യണം. കിട്ടാണ്ടിരിക്കുമെന്നല്ല, നിങ്ങളുടെ പാഷൻ ട്രൈ ചെയ്യുമ്പം അത് മാക്സിമം ഹാർഡ് വർക്കിലാണെങ്കിൽ അതിൻ്റെ ഒരു ഹാപ്പിനെസ് നമുക്ക് ലാസ്റ്റ് കിട്ടും. അത് ഭയങ്കര വലുതാണ്.